അപ്പോൾ നിലവിൽ നമ്മളെ പ്രാവള് 4 പ്രാവായിട്ടുണ്ട്. 3 മണിക്ക് ഞാനൊരു പ്രാവിനെ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിലൊരു പ്രാവിനെ ഞാൻ വെച്ച് കൊടുത്തു, 2 പ്രാവിനെ വെച്ച് കൊടുത്തു. രണ്ടും ഇപ്പോൾ 4 പ്രാവ് ഒരുമിച്ചാണ് പറക്കുന്നത്. 1 മണിക്കൂർ ആവുന്നവരെ സെപ്പറേറ്റ് ആയിരുന്നു പറന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ, ബാക്കിലുണ്ട് പ്രാവ് വരുന്നത്. ഇതാട്ടോ നമ്മളെ പ്രാവ്. അത്യാവശ്യം ഹൈറ്റിലാണ് പ്രാവ് ഉള്ളത്. പിന്നെ നല്ല ലോങ് ഡിസ്റ്റൻസിലാണ് പ്രാവ് പറക്കുന്നത് കേട്ടോ. ലോങ് പോയിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ. നിലവിൽ ഇതിന് മുമ്പൊക്കെ പറഞ്ഞാൽ പ്രാവ് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങായിരുന്നു നമ്മളെ മോഡിൻ്റെ ചുറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രാവ് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പ്രാവ് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വ്യത്യസ്തമായിട്ട് നമ്മളെ ആശാന്, ആളെ പേര് ഞാൻ സർപ്രൈസാണ്, അത് ഇൻഷാ അല്ലാഹ് നല്ലൊരു ടൈമൊക്കെ അടിക്കുകയാണെങ്കിൽ ഞാനത് പറയുള്ളൂ കേട്ടോ. അപ്പോൾ ആളെ നിർദ്ദേശപ്രകാരം നമ്മൾ ടൈമാക്കി കൊണ്ടുവരാൻ കേട്ടോ ഇപ്പോൾ പ്രാവിനെ. അപ്പോൾ ഇതാണ് പ്രാവൾ അങ്ങോട്ട് പോയി, അവിടെയാണ് അവരെ പോയിന്റ് വരുന്നത് കേട്ടോ. പ്രാവ് പറക്കുന്ന പോയിന്റ് വരുന്ന ആ ഭാഗമാണ് കേട്ടോ. പിന്നെ വേറെ ചില പ്രാവുകൾ ഈ ഒരു ഭാഗത്തും വന്ന് പറക്കും കേട്ടോ. ഇവരിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പറന്നിട്ട് അതേമാതിരി തിരിച്ച് അങ്ങോട്ട് പോകും. അതിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് ചിലപ്പം റൗണ്ട് അടിക്കാതെ നേരെ പോകും കേട്ടോ. അത് ഏകദേശം അരമണിക്കൂർ ഒരു പ്രാവ് ലോങ് ആയിരിക്കും കേട്ടോ. ലോങ് പോയിട്ട് വരാനുള്ള ടൈം അരമണിക്കൂറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കറക്റ്റ് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രാവിനെ വിട്ടിട്ട് നമ്മളെ പാടിന് പോയി കഴിഞ്ഞാൽ പ്രാവിൻ്റെ കള്ളത്തരോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ആയതുകൊണ്ട് തന്നെ ആര് പ്രാവിനെ വിടുകയാണെങ്കിലും കറക്റ്റ് നോക്കുക, വാച്ച് ചെയ്യുക. കാരണം പ്രാവ് എന്തൊക്കെയാണ് കാണിക്കുന്നത്, എത്ര മിനിറ്റ് കൊണ്ട് കളത്തിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്, അവിടെ എവിടെയാണ് ഈ പ്രാവ് കൂടുതലായിട്ട് കറങ്ങുന്ന സ്ഥലം, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ടൂർണമെൻറ്റ് ബേസ് ചെയ്ത് വിടുമ്പം നമുക്ക് എന്ത് ചെയ്യും, അമ്പയറിന് പെട്ടെന്ന് പ്രാവിനെ കാണിച്ചു കൊടുക്കാനും, നമുക്ക് പ്രാവ് മിസ്സിങ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രാവിനെ കാണിച്ചു കൊടുക്കാനും കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ട് ഇത്രയേ ഉള്ളൂ. അടുത്ത പാർട്ട് ഞാൻ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.